ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ രാവിലെ ചായയൊക്കെ ആയി, ചായ ഉണ്ടാക്കിട്ടോ. ചായ പിന്നെക്ക് തോന്നുന്നു മതി. അപ്പോൾ കപ്പ് ചായ ഉണ്ടാക്കി. കളി ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുടിക്കാൻ വെള്ളം വെച്ചിട്ട് മല്ലിയിട്ടിട്ടാട്ടോ വെള്ളം തിളപ്പിച്ചുള്ളത്. ഓരോ ദിവസം ഓരോ രീതിയിൽ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ചെറിയ ജീരകം ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കും, അല്ലെങ്കിൽ മല്ലി, പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, ഞങ്ങൾ ആ പൊടികൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വെള്ളം തിളപ്പിക്കുന്നില്ല കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും, കഞ്ഞിക്കൂർക്കലില്ലേ അതിട്ടിട്ട് വെള്ളം തിളപ്പിക്കും. അങ്ങനെ ഓരോ ദിവസം ഓരോന്നുണ്ടാക്കും. അപ്പം ഇനി വെള്ളം തിളച്ചിട്ട് വേണം പിന്നെ പുട്ടുണ്ടാക്കാൻ. കാരണം പുട്ടിന് ഞാൻ പൊടി കുഴച്ചിട്ട് മട്ടരിയാണ് കേട്ടോ. അത് വെള്ളം പുതിർത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ആകെ 2 കയ്യിൽ പൊടി എടുത്തിട്ടുള്ളൂ. പക്ഷെ അത് ഇട്ടപ്പോൾ പുതിർത്തി വന്നപ്പോൾ കുറേ പൊടിയുണ്ട് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കണം. അപ്പോൾ പഴം ഇരിക്കുന്നുണ്ട്, ചെറുപഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുട്ടും പഴം ഉണ്ടാക്കാമെന്ന് എഴുതി. അപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ പോലത്തെ ഇതുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിലിട്ടിട്ട് പുട്ടുണ്ടാക്കാമെന്ന് എഴുതി. അപ്പോൾ ഞാൻ പുട്ടും കൂടി കൊണ്ടുപോകണം. അമ്പാടിയിൽ ഇവിടെ നിർത്തിപ്പോയ ശരിയാലും കരയും. അപ്പോൾ ഞാൻ അമ്പാടിയിൽ കൊണ്ടുപോകണം, അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ചെറുതായി മഴ വരുന്നേ മുന്നേ പോയി തൊഴിൽ. പിന്നെ സോനുവിന് ഇന്ന് സ്കൂൾ പറഞ്ഞാക്കില്ല കേട്ടോ. സോനുവിന് കണ്ണിന് ചെറുതായിട്ട് എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട്. രാത്രി തുടങ്ങിയതാണ്. കണ്ണ് കേടാണോ എന്തോന്നും അറിയില്ല. അപ്പോൾ ഞാനിന്ന് സ്കൂൾ പറഞ്ഞയക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ രാവിലെ ഞാൻ അവന് സ്കൂളിലേക്ക് ഇടയ്ക്ക് ചോറ് വേണമെന്ന് കൊണ്ടുപോകണമെന്നല്ല. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ ചോറൊക്കെ വയ്ക്കുന്നുണ്ട്. ഇന്ന് സ്കൂളിലേക്ക് പോകണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ കുറച്ച് വൈകിട്ട് ചോറ് വെച്ച് മതി വെച്ചിട്ടാണ്. അപ്പോൾ അമ്പാടി ഓനും കൂടി ബെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അത് തിന്നിയാണ്. ഓനെന്താ തിന്നണമെന്ന് വെച്ചാൽ അത് അമ്പാടിക്ക് വേണം കേട്ടോ. എന്നിട്ട് അത് തിന്നോ ചെയ്യില്ല, കുറേ തുപ്പിക്കളയും. ഒരു കൂട് ഓനും കൊടുന്നു, ഒരു സോനോനും കൊടുന്ന ഒരു കൂട് അമ്പാടിക്കും കൊടുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും അത് കഴിച്ചുകൊണ്ടിരിക്കട്ടെ രാവിലെ. ഉണ്ടോ മറ്റോ പൊട്ടിച്ച് കളയാണ് അമ്പാടി പൊട്ടിച്ച് കളയുക ചെയ്യാത്, തിന്നല്ലേ ചെയ്യുക. എന്തൊക്കെ അമ്പാടി വെച്ച് കാട്ടണത്. അപ്പോൾ സോനുവിനെ കൊണ്ടുപോകണില്ല കേട്ടോ. സോനു ഇവിടെ നിന്നോളായിരുന്നു. ഞാൻ പിന്നെ അമ്പാടി കൂടി വേഗം പോയിട്ട് വരാം. കാരണം അമ്പാടിയുടെ ഒരു നോക്കാൻ കഴിയില്ല. അമ്പാടി ഇങ്ങനെ കരയും. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വേഗം വന്നു കേട്ടോ. പിന്നെ സോനു ഇവിടെ ഉള്ളതല്ലേ വെച്ചിട്ട് ഞാൻ വേഗം പോയി തൊഴുത്ത് പോകുന്നു. വഴിപാടൊന്നും കഴിച്ചിട്ട് ഞങ്ങൾ തൊഴുത്തിട്ട് വേഗം പോകുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്ന് അമ്പാടിക്ക് പായസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്പാടിക്ക് അവിടെ നിന്ന് തന്നെ കൊടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് പായസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സോനുവിന് ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും ഉണ്ടായില്ല. പിന്നെ ഇനി പുട്ടുണ്ടാക്കണം. അപ്പോൾ എനിക്ക് സോനുവിന് മതിയല്ലോ പുട്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അമ്പലത്തിൽ പോണതിൻ്റെ മുന്നേ ഉണ്ടാക്കി വെച്ച് പോകാമെന്നത്. പിന്നെ അപ്പോൾ വേഗം ചൂടാറില്ല. അപ്പോൾ ഞാൻ ചൂടോടെ തിന്നണമെങ്കിൽ അപ്പം വന്നിട്ട് ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് അപ്പോൾ അതൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഞാൻ വെള്ളമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലൊക്കെ ആണെങ്കിൽ കടലയും പുട്ടും ഒക്കെ പാടെ ഒരുമിച്ച് വേവും. ഇപ്പോൾ ഞാൻ പഴം ഉണ്ടാക്കാറുള്ള ഞാൻ കടല വെള്ളത്തിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആകെ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് നനച്ച് വെച്ചപ്പോൾ അത് ചീർത്ത് വന്നിട്ടുണ്ടല്ലോ. ഇത് ഇനിയും വെള്ളം വെച്ചിട്ട് ഇതാക്കണം. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റിയതായിരുന്നു. കുറച്ച് പൊടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് എത്ര തോല പൊടിയെന്നറിയാം. ഇത് ഒന്നുകൂടി നനച്ചിട്ട് വേണം ഇതിലുണ്ടാക്കാൻ. അപ്പം ഇങ്ങനെ ഇതിലുണ്ടാക്കുമ്പോൾ നമുക്ക് 1 2 ഒക്കെ മൂന്നെണ്ണം ഉണ്ടാക്കിയാലും ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. കാരണം സോയൊക്കെ അതിൻ്റെ പകുതിയൊക്കെ ഇതൊക്കെ ചെല്ലുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ ഉണ്ടാക്കില്ല. അപ്പോൾ ഇത് ചീർത്തപ്പോൾ ഇത് കുറേ ഇതേപോലെ ആവി കയറ്റിയിട്ട് ഉപ്പുമാവോലെ കണ്ടിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ നോക്കിയിട്ട് ഞാനങ്ങനെ ഈ ക്യാരറ്റൊക്കെ നോക്കിയിട്ട് ഞാൻ ഉപ്പുമാവോലെ ഉണ്ടാക്കും.
ഇതിപ്പോൾ ഇനിയിപ്പോൾ ഞാനും സോനു ഇപ്പോൾ കഴിച്ചാലും ബാക്കിയാവട്ടെ. കാരണം ഞാൻ ഒരു 2 കഷ്ണം കഴിക്കും, സോനു അതേപോലെ തന്നെ ഒരു കഷ്ണം. തല കുട്ടോളിട്ടാൻ പാടിയേ ഉണ്ടാവും. കസാലയുമ്പോൾ കളിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓന് ഇങ്ങനെ മുറ്റത്ത് പുറത്തേക്ക് ഇറങ്ങി പോകാൻ നോക്കുക. വാതിൽ തുറന്നാൽ അപ്പം പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ സോനു ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ സോനു കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. കളിക്കുന്ന സാധനങ്ങളൊന്നും ഒരു പറ്റില്ല. ഇങ്ങനത്തെ സ്റ്റൂള്, കസാല അതിലൊക്കെ കയറിയിട്ട് കളിക്കണ അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എടുത്തോണ്ടിരിക്കണം. പിന്നെ ഇപ്പോൾ അങ്ങനെ കുറുമ്പൊന്നുമില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കളിക്കും അവിടെ ഇരുന്നിട്ട്. കുറച്ച് നേരം കൊണ്ടു കേട്ടോ, പിന്നെ തുടങ്ങും കുറുമ്പിരിക്കല്. പുട്ടായി വന്ന് പൊടിഞ്ഞ് പോകുന്നുണ്ടാവും. പാടുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കുറച്ച് ചിക്കൻ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ സോനിന് കൊടുക്കാൻ നിർത്തി. അമ്പാടിക്ക് വേണോ? കഴിഞ്ഞ് പുട്ടും പഴം കൂടി കുറച്ചിട്ട് ഓൻ കുറേ നേരമായിട്ട് നോക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഓൻ ചായ എടുക്കുന്ന സമയം ഞങ്ങൾ 8 മണിക്ക് ചായ എടുക്കുന്നത്. പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന കാരണം സമയം കുറച്ച് വൈകിട്ടോ. പിന്നെ അമ്പാടിക്ക് കൊടുക്കട്ടെ. അമ്പാടി ഞാനും കൂടി പഴം കൂട്ടിയിട്ട് കഴിക്കാൻ ചെറുത്ത്. അമ്പാടിക്ക് കൊടുക്കണ്ട, അമ്പാടിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് കഴിക്കട്ടോ. ചോറ് ഞാൻ അടുപ്പത്തട്ട വയ്ക്കല്. ചോറ് പിന്നെ മട്ടരിയാണ് ഞാൻ ഇട്ടുള്ളത്. അപ്പോൾ പിന്നെ ഗ്യാസിൽ വെച്ചാൽ മുതലാവില്ല. അപ്പോൾ ഞാൻ അടുപ്പത്തിട്ടുണ്ട്. ഇവിടെ എനിക്കും സോനനും ഭയങ്കര ഇഷ്ടം കേട്ടോ മട്ടരി. അപ്പം ഞങ്ങൾ രാവിലെ മട്ടരി കൊണ്ട് ചോറ് വയ്ക്കും. കാരണം വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഏട്ടൻ വരുമ്പോൾ സാധാ വെള്ളരിയെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് വൈകുന്നേരം ആകുമ്പോൾ വയ്ക്കും. ഇത് ഞങ്ങൾക്ക് രണ്ടാക്കും കഴിക്കാനുള്ള ചോറ്. ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്കും രാവിലേക്കുള്ള ചോറ് ഞാൻ അടുപ്പത്ത് തന്നെ ഇടും കേട്ടോ. ഇനി ഞാൻ കുടിക്കാൻ വെള്ളമൊക്കെ ചായയൊക്കെ ഇവിടെ തന്നെ വെക്കല്. ഇന്ന് ഞാൻ പിന്നെ അമ്പലത്തേക്ക് പോകണമെന്ന് നേരം വൈകുന്നേരം ചായയൊക്കെ ഗ്യാസുമ്പോൾ തന്നെ വെച്ച് ചോറ് മാത്രമേ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട്. എനിക്ക് വെള്ളരിക്ക കറി ഉണ്ടാക്കണം. വെറുതെ പുളി വെച്ചിട്ട് കറി ഉണ്ടാക്കില്ലേ, മുളക് ഇട്ടിട്ട് അങ്ങനെ കറി വെക്കണം. പിന്നെ ഉണക്കൽ മാന്തളുണ്ട് ഒറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ തുണികളൊക്കെ ഒന്ന് കുറച്ച് തിരുമ്പാണ്ട്. അപ്പോൾ അമ്പാടീനെ ഉറക്കിയത്. നമ്മൾ അമ്പാടി ഇപ്പോൾ നീച്ചിട്ടുണ്ട്. ഇനി അടിച്ചോരാണ്ട് കറി ഉണ്ടാക്കാണ്ട് കുറച്ച് പണികളുണ്ട്. അപ്പോൾ ആകെ മക്കളോടെ ചപ്പും ചവറൊക്കെ കീറി കടലാസൊക്കെ കീറിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി അടിച്ചൊരി വേണം. അമ്പാടിയേ അപ്പോൾ വെള്ളരിക്ക കൂട്ടാൻ വെക്കണം. ചോറായിട്ടോ. അപ്പോൾ ഇനി പൊളിഞ്ഞ വെള്ളത്തിട്ടിട്ടുണ്ട്. ഇനി വെള്ളരിക്ക മുളകിടുക. പുളിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഉലുവയും കടുക് പൊടിക്കില്ല, അങ്ങനെ ചെയ്യണം. പിന്നെ ഉണക്കൽ മാന്തൾ വറക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പണികൾ തീർന്നിട്ടോ. കാരണം ഇന്നിപ്പോൾ അധികം പണികളൊന്നും ഉണ്ടായിട്ടില്ല. തുണികളൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ ഒലമ്പിയിട്ട് ഇടണം. കാരണം വെയിൽ വരുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം കൂട്ടാൻ വെക്കണം കേട്ടോ. ചോറായി, ഇനി കൂട്ടാൻ വെക്കട്ടെ. ഞാൻ കൂട്ടാൻ വയ്ക്കാൻ വെള്ളരിക്കയും തക്കാളിയും പച്ചമുളകും കീറി. വെള്ളരിക്ക നുറുക്കിയിട്ട് പിന്നെ പച്ചമുളക് 2-3 കീറിയിട്ട് പിന്നെ തക്കാളി, പിന്നെ എനിക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് പൊളിഞ്ഞ് വെച്ചിട്ടോ. നമുക്ക് കുക്കറിലിട്ടിട്ട് നല്ല വേവിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് പുളി ഒഴിച്ചിട്ടോ. പുളിയിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പുളി ഒഴിച്ചിട്ടുണ്ട്. മാന്തൾ ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നന്നാക്കിയിട്ട് വറക്കണം. അപ്പോൾ എനിക്ക് ഉള്ളിയും മുളകും അരയ്ക്കണം. ഇനിയിപ്പോൾ എന്താ തിന്നത്? ബന്നോ, ക്രീം ബന്നോ? അതാ സൗണ്ട് അതെന്താ 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 അതാ 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 മീൻ വറക്കാണ്ട് പണികളൊക്കെ. ഇനിയിപ്പോൾ ചോറും കറിയും ചോറായി കറിയായി. ഇനി മീനും വറുത്ത് കഴിഞ്ഞാൽ പണികളൊക്കെ ഒരുങ്ങിട്ടോ. ജലദോഷം കുടിച്ചിട്ടോ എല്ലാവർക്കും. കറി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കടുകും ഉലുവയും കരിവേപ്പിൻ്റെ
ഉണക്കമുളക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ടോ. അത് പുളിങ്കറിയാണ് കേട്ടോ. ഇവിടെ തേങ്ങ അരച്ച കറി എന്ന് പറഞ്ഞാൽ മോര് കറിയോ സാമ്പാർ വറുത്തരച്ച് വെക്കൂലേ, അങ്ങനത്തെ കറിയൊക്കെ ആയിരിക്കും. പിന്നെ മീൻകറി വെക്കും. അങ്ങനെ അയില കൊടുന്നെങ്കിൽ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന പോലെ എപ്പോഴും എല്ലാത്തിനും തേങ്ങ അരച്ച് വെക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇവിടെ താളിക്കണത്, ഓലം വെക്കണത്, അങ്ങനെ ഇങ്ങനെ പുളി വെക്കണത്, പുളിങ്കറി അങ്ങനെ കറികളൊക്കെ കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ഉണക്കം മീൻ വറക്കാണ്ട് കുറച്ച് കൊണ്ടാട്ട മുളക് ഇട്ടിട്ട് അപ്പോൾ അതുകൂടി വറക്കണം. എന്നിട്ട് പിന്നെ അമ്മക്ക് ചോറ് ഇതിന് ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അരച്ചിട്ട് ചേർത്തിട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ ചോറിനട്ടെ സോനും ചോറുണ്ട് കേട്ടോ. അപ്പോൾ സോനുവിന് മാന്തൾ മാത്രം കൂട്ടിടും, കറി കൂട്ടിയില്ല. പിന്നെ മുളക് വറുത്തുണ്ട് കേട്ടോ. ഈ മാമുണ്ടില്ലേ, ഞാൻ അമ്മ തിന്നിട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. കറി നല്ല രസമുണ്ടാവും. കാരണം ഇവിടെ അങ്ങനെ കറികൾ നല്ല ഇങ്ങനത്തെ നമുക്ക് വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതല്ലാതെ നമുക്ക് സ്പെഷ്യലായിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല. മീൻ ഉണ്ടാവും കേട്ടോ ഇടയ്ക്ക്. എന്താണ് മാമുണ്ടിന് എന്താ ഞാൻ തിന്നിട്ടതേ. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കല്. അല്ലെങ്കിൽ കറികളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ചമ്മന്തി അരക്കും, ചീനമാവിട്ടിട്ട്. ാളും ടേസ്റ്റ് ഉണ്ടാവും നാളേക്ക് കേട്ടോ. ഇത് ഞാൻ ഉലുവയും കടുകും പൊട്ടിച്ചു, പിന്നെ ഞാൻ ഉണക്കലുമുളക് ഇട്ടു. പിന്നെ കരിവേപ്പിൻ്റെ ഞാൻ ഇട്ടിട്ടോ. അത് ഇങ്ങനെ പുളി ഒഴിച്ച. അപ്പോൾ പരിപ്പും ഇഷ്ടമല്ല കേട്ടോ. പരിപ്പും ഇഷ്ടമല്ല അധികം. സാമ്പാറിന് മാത്രമേ ഞങ്ങൾ പരിപ്പിടുക, ആക്കിലാണ് ഞങ്ങൾ പരിപ്പിടില്ല. ഇങ്ങനെ വെറുതെ വെക്കുക ചെയ്യുക. അപ്പം ഞാൻ ചോറ് കേട്ടോ. അപ്പം അമ്പാട് സമ്മതിക്കണില്ല. അങ്ങനെ ഇപ്പം വൈകുന്നേരത്തേക്കുള്ള ചോറൊക്കെ വെച്ചിട്ടോ. ഞാനത് ഗ്യാസുമ്മ നാഴിയിലിട്ടിട്ട് ചോറ് വെച്ചു. പിന്നെ അമ്പാടിക്ക് കുറച്ച് അമൃതം പൊടി വിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സോനുവിന് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നും വേറെ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ കുറച്ച് ഗോതമ്പപ്പൊടി പിന്നെ ചെറുപഴം ഉണ്ടാകും, അതൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ചെറിയൊരു കടിഞ്ഞ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. പിന്നെ നല്ല മഴയായിട്ട് അന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ട് നോക്കി കുറച്ചിട്ടുണ്ടായി നുള്ളിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗോതമ്പപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂട്ടി, പിന്നെ കുറച്ച് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ 2 പഴം ചേർത്തിട്ട് നല്ല കുഴച്ചിട്ട് അപ്പോൾ ഞാനൊരു ഉണ്ട പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ അതിൽ എള്ളും ഉണ്ടായിരുന്നു കേട്ടോ. എള്ളും ജീരകവും കരിഞ്ജീരകം അത് ഇട്ട് കൊടുത്തിട്ടോ. ഒരു കടിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്പാടി ചെറുക്കിയിട്ടോ ഞാൻ അങ്ങനെ പറയാനിട്ട്. ആരോടൊപ്പം ഇങ്ങനെ പറയണ ചെറുക്കിയാണ് അമ്പാടി. എന്താ അമ്പാടി ഇങ്ങനെ ചെറുക്കിയാണ് അമ്പാടി. അപ്പോൾ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടെടുക്കട്ടെ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് സോനിന് കൊടുത്തിട്ട് വേണം അമ്പാടിക്ക് വിരകി വെച്ചാണ് കേട്ടോ. അത് അമൃതം പൊടി. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അമൃതം പൊടി. അപ്പോൾ ലൂസാക്കിയിട്ട് വിരകി കൊടുത്താൽ തിന്നു കേട്ടോ. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അവന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ അവന്. അമ്പാടിക്ക് എങ്ങനെ ചിരി വരുന്നത്? ചിരി അമ്പാടിക്ക് ചിരി വന്നിട്ട് നിൽക്കാൻ വയ്യ. അമ്പാടി ആരും നോക്കണോ അവിടെ? ഞാൻ അവിടെ വെച്ചിട്ട് ഇവിടെ ഉമ്മർത്തി നിന്നിട്ട് ഞാൻ തിന്നാൻ കൊടുക്കുമ്പോൾ കാക്ക അപ്പം വരും കേട്ടോ. അതാണ് നോക്കണം അവിടെ എന്താന്നുള്ളത്. ഈ ഓന്തം കാട്ടുന്നത് കാക്കയ്ക്ക് ഇട്ട് കൊടുക്കും. കാക്ക അങ്ങനെ തിന്നു. പൂച്ച അറിയാ പൂച്ച കേട്ടുണ്ടാക്കും. സമയമാകുമ്പോൾ കാക്ക വരും കേട്ടോ. പിന്നെ കോഴിട്ട് കൊടുത്താണ് അവിടെ. ഒരു കാക്ക എന്നല്ല 2, 3, 4 കാക്കകൾ വരും ഞാൻ തിന്നുന്ന സമയമാകുമ്പോൾ. ഇവിടെ അമ്പാടി കാക്ക ഇവിടെ അമ്പാടി കാക്ക കണ്ടില്ലേ മാമൂഞ്ഞാണ്. ഓന് അമ്പാടിക്ക് ഞാൻ വിരകി ഓന് കൊടുത്തിട്ട് ഓനവിടെ തിന്നാൻ കൊടുത്തിട്ട് ഓനവിടെ ഇരിക്കണം. അപ്പം ഞാനും സോനും ചാടിക്കണം. കുറേ നേരമായി സോനോട് പറയണം.
സോനു അതിൻ്റെ മോന്തൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൾക്ക് അടി കിട്ടുന്നല്ലോ. അതൊന്ന് മത്സരം പറയാം അച്ഛനോടെ നോക്ക്. അല്ലേ എല്ലാം പാടിയേ. എനിക്ക് വേണമെങ്കിൽ ഇന്ന് ചായ അടിച്ചു. ഞാൻ ചായ അടിക്കണം. ഫുഡൊക്കെ തിന്നണേ അനക്ക് വേണ്ടേ? അപ്പോൾ വൈകുന്നേരത്തെ പണികളൊക്കെ തീർന്നിട്ട് വൈകുന്നേരം അമ്പാടി ഉറങ്ങുമ്പോഴാണ് പണികളൊക്കെ തീർത്തിട്ട് അങ്ങനെ വൈകുന്നേരമായി 6 മണിയൊക്കെ ആയപ്പോഴേക്കും വിളക്കൊക്കെ വെച്ച് ഞങ്ങളൊക്കെ ഒന്ന് തൊഴുതിട്ടോ. ഇന്ന് അമ്പാടി നേരത്തെ തന്നെ ഫോട്ടോ ആയിട്ടുണ്ടല്ലോ അമ്പാടിയെ. ഇപ്പം ഞങ്ങൾ തമ്പാടിനൊക്കെ തൊഴുതല്ലേ. ഇപ്പം ഞങ്ങൾ പുറത്ത് ഇങ്ങനെ കുറച്ച് നേരം വന്നിരിക്കും കേട്ടോ. കുറച്ച് മാറിയുള്ള കണ്ണിണ്ടായിരുന്നു. ഇനി അമ്പാടിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ചോറ് കൊടുക്കും. ഇപ്പോൾ നേരത്തെ ഞാൻ അമൃതം പൊടി കൊടുത്തല്ലോ. 7 മണിയൊക്കെ ആകുമ്പോൾ ചോറ് കൊടുത്ത് പിന്നെ മരുന്ന് കൊടുക്കാണ്ട് അതിന് ജലദോഷം വെച്ച് അപ്പക്കട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മരുന്ന് കൊടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും സോനും ചോറിനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ടാറ്റ കൊടുത്താ ടാറ്റ കൊടുത്താ ടാറ്റ 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 കൊടുക്കേ ടാറ്റ ടാറ്റ കൊടുക്കേ എന്താ ടാറ്റ ഒരു ടാറ്റ കൊടുത്താ ടാറ്റ കൊടുത്താ ഒരു ടാറ്റ കൊടുത്താ ഒരു ഉമ്മ കൊടുത്താ ഉമ്മ.